89ഉം 64 സെൻറ്റിലായിരിക്കും. ഒരു സെൻറ്റിൽ 10 വീതം കുഴികൾ പറ്റും എന്നാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ധാരണ. പക്ഷേ ആളുകൾക്ക് ഇറങ്ങാനൊക്കെയുള്ള സൗകര്യം വെച്ച് 7 നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. എന്നാലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇന്ന് തന്നെ ഈ ബാക്കി എല്ലാ മൃതദേഹങ്ങളും സംസ്കരിക്കണം. ഞാൻ പറഞ്ഞ അതെ 189ഉം ഇന്ന് തന്നെ എത്ര നേരം എടുത്താലും ചെയ്തു തീർക്കണം. അതായത് ഇന്ന് രാവിലെ കൊണ്ട് തന്നെ ഇന്നലെ 31 കുഴികളാണ് നമ്മൾ എടുത്തിരുന്നത്. ബാക്കി ഈ നിലവാരത്തിൽ വരാവുന്ന വിധത്തിൽ നമ്മൾ ഇന്നലെ കണ്ട ആ പോയിന്റിൻ്റെ രണ്ട് വശങ്ങളിലായി പിന്നെ കുഴികൾ എടുക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ പ്ലാൻ മേപ്പാടി ആശുപത്രിയിൽ നിന്ന് എല്ലാ മൃതദേഹങ്ങളും വരിയായി കൊണ്ടുവന്ന് ഒരു നിശ്ചിത നമ്പർ ആദ്യം അങ്ങോട്ട് എടുക്കുക, അത് ഉള്ളിലേക്ക് കയറ്റുക, അതിനുശേഷം വണ്ടികൾ വിടുക. സർവമത പ്രാർത്ഥന കഴിഞ്ഞ് ബോഡി എടുക്കുമ്പോൾ അടുത്ത സെക്ഷൻ വരിക, അത് സൈമിൾട്ടേനിയസായി അങ്ങോട്ട് കയറ്റുക, അതെടുക്കുമ്പോൾ അടുത്ത സംഘം വരിക, അങ്ങനെ തുടർച്ചയായി. ഒരു സമയം എത്രയും ബോഡി സംസ്കരിക്കാം, അതിനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനയൊക്കെ നടത്തേണ്ടതുള്ളത് കൊണ്ട് അവിടെ നമുക്ക് ഇന്നലെ 8 മേശയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. നമുക്ക് ഫുൾ ബോഡി ആകുമ്പോൾ ഒരു 10ഓ 20ഓ വരെ കൊണ്ടുവരാം. പാർട്സ് ആകുമ്പോൾ നമുക്കതൊരു 30 വരെ വർദ്ധിപ്പിക്കാം. അപ്പോൾ എന്തായാലും എണ്ണം കൃത്യമായി പറയാതെ ഏകദേശം നോക്കി മാക്സിമം നമ്പർ എന്ന നിലയിലാണ് നമ്മൾ നോക്കുന്നത്. അതിന് പ്രത്യേകമായി IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനത്തെ നമ്മളിപ്പോൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ മേൽനോട്ട സമിതി കൂടി കണ്ട് മന്ത്രിതല ഉപസമിതിയുമായി ചർച്ച ചെയ്ത് സ്ഥലം MLA ഉൾപ്പെടെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്, സ്ഥലം MLA, ജില്ലാ പഞ്ചായത്ത്, മറ്റ് അംഗങ്ങളെല്ലാവരും കൂടി കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി. ഇപ്പോൾ പഞ്ചായത്താണ് അതിൻ്റെ ചുമതലകളെല്ലാം നിർവഹിക്കുന്നത്. എല്ലാ നടപടിക്രമങ്ങളും നടത്തുന്നത് മേപ്പാടി പഞ്ചായത്താണ്. അവർ വളരെ ഭദ്രമായിട്ട് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ നോക്കുന്നത്. പുത്തുമലയിൽ വെച്ചാണ് ഞാനും ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ മിനിസ്റ്ററും ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള നമ്പറാണ് ഞാൻ പറഞ്ഞത്. നിലവിലുള്ള നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ ഇത്രയും ദിവസങ്ങളായി പലതും ഈ ഡികമ്പോസ് ആയി തുടങ്ങുകയാണ്. ഇനി ആളുകൾ കാണാനുള്ളതൊന്നും ബാക്കിയില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. മനുഷ്യസഹജമായിട്ടുള്ള പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇത്ര നേരം എടുത്തത് തന്നെ. അല്ലെങ്കിൽ 72 മണിക്കൂർ കഴിഞ്ഞാൽ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ ആളുകളുടെ ഉള്ളിലുള്ളൊരു വികാരം ഉണ്ടല്ലോ, പലരും ആശുപത്രി കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു. ഒന്ന് അവസാനം ഞങ്ങളൊന്ന് നോക്കിയിരുന്നെങ്കിൽ ആ പ്രശ്നമില്ലാതിരിക്കാനാണ് ഇത്ര സമയം. 189 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സംസ്കരിക്കേണ്ട ബോഡികളുടെ എണ്ണം അവസാനിക്കും. അതോ ഈ കൂടുതൽ 2 കൈയിൽ നിവർത്തുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല. മോർച്ചറിയിലുണ്ടാകും, ആശുപത്രിയിൽ പെൻഡിങ് ഉണ്ടാകും, ഏറ്റെടുക്കാത്ത ബോഡികൾ പെൻഡിങ് ഉണ്ടാകും. തിരിച്ചറിഞ്ഞതിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയാത്ത ധാരാളമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ മാരിയമ്മൻ ക്ഷേത്രത്തിന് അവിടെ ഒരുമിച്ച് 60 മൃതശരീരങ്ങൾ മറവുകയാണ് ഉണ്ടായത്. അതുണ്ടാകും. ഞങ്ങളിപ്പോൾ പറഞ്ഞത് അൺക്ലൈംഡ് ബോഡീസാണ്. ആരും ഏറ്റെടുക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിയാത്ത വിധത്തിലുള്ള. അല്ല, ഇന്നലെ നമുക്ക് 180 താഴ്ന്നു, 216-ൽ നിന്ന് 180 താഴ്ന്നു. ഇന്ന് വൈകുന്നേരം നോക്കാം. ഇന്ന് വൈകുന്നേരം പത്രക്കാരെ കാണുമ്പോൾ ആ കാര്യം ഞങ്ങൾ പ്രത്യേകമായിട്ട് പരിഗണിച്ച കാര്യം.